ഹായ്, ഓണം കളക്ഷൻസിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്നറിയാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നമുക്ക് വെറും 5 പീസ് നൈറ്റ് മെറ്റീരിയൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. നിങ്ങൾക്കത് ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനായിട്ടോ ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടോ ഒക്കെ നിങ്ങൾക്ക് വെറും 5 പീസ് മാത്രം എടുത്താൽ മതി. നിങ്ങൾക്കത് ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാണിച്ച ആ ഒരു ഡിസൈൻ തന്നെ നമുക്ക് വീഡിയോയിൽ വന്നില്ല കേട്ടോ. അത് സോറി, നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നതും നല്ല അടിപൊളി കളക്ഷൻസ് തന്നെയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മെറ്റീരിയൽസ് പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്, ഓണാണ്. അപ്പോൾ വേഗം തന്നെ മെറ്റീരിയൽസ് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്യാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത് 2 രീതിയിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒന്ന് മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കൂടെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ ഇഷ്ടമായത് ആ മെറ്റീരിയലിലാണ് നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ നൈറ്റി, ഫ്രോക്ക് നൈറ്റി, കഫ്താനൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, സ്റ്റിച്ച് ചെയ്തിട്ടാണോ വേണ്ടത്, മെറ്റീരിയലായിട്ടാണോ വേണ്ടത്, സ്റ്റിച്ച് ചെയ്തിട്ടാണെങ്കിൽ ഏതാണ് ചെയ്യേണ്ടത് എന്നെല്ലാം നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു ചെറിയ ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ, ചെറിയൊരു ഏണിങ്സ്, വലിയതൊന്നും ഞാൻ പറയുന്നില്ല, ചെറിയതായിട്ട് എന്തെങ്കിലും രീതിയിൽ നമുക്കത് ചെറിയൊരു വരുമാനം കിട്ടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലൊരു 1000 രൂപയേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഒരു 5 പീസ് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾക്ക് റീറ്റെയിലായിട്ട് സെയിൽ ചെയ്യാം. റീറ്റെയിലായിട്ട് കൊടുക്കുന്ന സമയത്ത് അവർക്ക് വീട്ടിനടുത്തുള്ളവരൊക്കെ വാങ്ങിക്കുന്നെങ്കിൽ അവർക്കത് പുറത്ത് പോയിട്ട് വാങ്ങിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അതെല്ലാം ഒഴിവാക്കാം. അവർക്ക് ബസ്സിന് പോകണം, ബസ്സിന് കാശൊക്കെ കൊടുത്ത് അതും ബസ്സിനും പോകണം, അവിടെ പോയിട്ട് അത് വാങ്ങിച്ച് തിരിച്ചു വരുന്നതും അതെല്ലാം അവർക്കൊരു സമയം പോകുന്നതാണ്, പൈസ പോകുന്നതാണ്. ഇതെല്ലാം നോക്കുമ്പോൾ അവർക്ക് അവരുടെ വീട്ടിൽ ഈ ഒരു സാധനം നമുക്ക് റീറ്റെയിലായിട്ട് കൊണ്ടെത്തിക്കാൻ പറ്റുവാണെങ്കിൽ അതവർക്കും നല്ലതായിരിക്കും. അപ്പോൾ നമുക്കത് റീറ്റെയിലായിട്ട് മെറ്റീരിയൽ കൊടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ചെറിയ ഒരു വരുമാനം, കുറച്ച് കൂടുതൽ ചെറുതായിട്ടൊരു കൂടുതൽ വരുമാനം കൂടെ കിട്ടും കേട്ടോ. അപ്പം എന്ന് വെച്ചാൽ മെറ്റീരിയൽ വിൽക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടൊരു വരുമാനം അതിൽ നിന്ന് കിട്ടും. അപ്പം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് വില എങ്ങനെയാണോ അങ്ങനെയൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്കത് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പയ്യെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മെറ്റീരിയൽ ക്വാണ്ടിറ്റിയും കൂടെ കൂട്ടിയാൽ മതി. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ചെറിയ വരുമാനം എന്തായാലും കിട്ടാതിരിക്കില്ല. പിന്നെ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ വീടിനടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും നമ്മുടെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവർ ചോദിക്കും എവിടെന്നാ എന്ന് ചോദിക്കുമ്പോൾ അവരത് പറയും, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ് വാങ്ങിച്ചത് എന്ന് പറയും. അപ്പോൾ അങ്ങനെ കിട്ടുന്നൊരു പബ്ലിസിറ്റി ഉണ്ടല്ലോ, അത് നേരിട്ട് അവർ തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റ് വഴി കിട്ടുന്നതാണ്. ഉറപ്പായിട്ടും അവരും നമ്മുടെ അടുത്ത് വരും. അങ്ങനെയാണ് നമുക്ക് ഒരു വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്ക്, ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ഒരു വരുമാനം നേടാൻ പറ്റുന്ന, നമ്മുടെ ഈ ഒരു ബിസിനസ് 4 ആളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്ക് നല്ല നീറ്റായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും കസ്റ്റമേഴ്സ് ഉണ്ടാവും. നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തോട്ട് തന്നെ വരും. ഞാനും ഇതുപോലെ വെറും 10 പീസ് മെറ്റീരിയൽ മാത്രം എടുത്തിട്ടാണ് തുടങ്ങിയത് കേട്ടോ. അന്ന് 10 പീസാണ് ഹോൾസെയിൽ റേറ്റിന് കിട്ടിയിരുന്നത്. അപ്പം വലിയ കാശൊന്നും കയ്യിലില്ലാതിരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അങ്ങനെ എടുത്ത് വെച്ച് ഉണ്ടാക്കിയ ഒരു പൈസയ്ക്കാണ് നമ്മളന്ന് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു 10 പീസ് എടുത്തു. ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു, എനിക്ക് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ എന്തെങ്കിലും തുടങ്ങണമെന്ന്. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഞാൻ അങ്ങ് ഓർഡർ ചെയ്യാനുണ്ടായത്. അങ്ങനെ ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ അത് കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ ഓരോരുത്തരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു. അങ്ങനെയൊക്കെയാണ് എനിക്ക് ആ 10 പീസും ചിലവായി. പിന്നെ ഞാൻ വീണ്ടും 10 പീസ് തന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുവന്നു. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കൂടുതലായി, പിന്നെ നമുക്ക് തിരക്കായി. ഇപ്പം നമുക്ക് അത്യാവശ്യം സെയിൽ നടക്കുന്നുണ്ട്, അത്യാവശ്യം സ്റ്റിച്ചിങ് ഉണ്ട്, അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്. അപ്പം അതിലെല്ലാം ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് ഇനി നിങ്ങളും സ്റ്റാർട്ട് ചെയ്യൂ കേട്ടോ പുതിയൊരു ബിസിനസ്സൊക്കെ.